ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയാണ്. ഗോഡ്ഫ്രൈഡ് ഹാബർലർ എന്ന് പറയുന്ന ഫേമസ് എക്കണോമിസ്റ്റിൻ്റെ ഒരു ക്രിയേഷനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ യൂസ് ചെയ്ത് വരുന്നൊരു തിയറിയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി. ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടാണ് ഈ തിയറി ഇരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ഒരു റീസ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു തിയറി ഹാബർലർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹാബർലർ കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറിയെ റീസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ടും അഡ്രസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ റിക്കാർഡിയൻ ലേബർ തിയറി ഓഫ് വാല്യൂ. ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ലിമിറ്റേഷൻസ് അഡ്രസ്സ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ന്യൂ കൺസെപ്റ്റ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിനെ എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക രീതിയിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ദ എമൗണ്ട് ഓഫ് അനദർ പ്രൊഡക്റ്റ് ദാറ്റ് മസ്റ്റ് ബി സാക്രിഫൈസ് ടു പ്രൊഡ്യൂസ് വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ അഡീഷണൽ 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റോടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ എത്രത്തോളം പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷനാണ് അവിടെ സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ഓഫ് വൈ ഉണ്ടാക്കുന്ന റിസോഴ്സിന് ഈക്വൽ ആണെങ്കിൽ, അതായത് 1 യൂണിറ്റ് ഓഫ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് തന്നെ 2 യൂണിറ്റ്സ് ഓഫ് വൈ അവിടെ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 2y ആയിട്ട് വരും. 2 വൈയുടെ റിസോഴ്സസ് ഉണ്ടെങ്കിലാണ് 1 യൂണിറ്റ് ഓഫ് എക്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2y ആയിട്ട് വരും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് യു ഗിവ് അപ്പ് ടു മേക്ക് സംതിങ് എൽസ്. ഇഫ് മേക്കിംഗ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് യൂസസ് ദ സെയിം റിസോഴ്സസ് ആസ് മേക്കിംഗ് 2 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് വൈ, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എക്സ് ഈസ് 2y. 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് യൂസ് ചെയ്യുന്നത് സെയിം റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് 2 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വൈയുടെ 2 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2y ആയിരിക്കും. അതായത് എക്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2y ഗിവ് അപ്പ് ചെയ്യേണ്ടി വരുന്നു. ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ടും ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ എ കൺട്രി വിത്ത് എ ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ എ പ്രൊഡക്റ്റ് ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഇൻ മേക്കിംഗ് ഇറ്റ്. ഏതൊരു പ്രൊഡക്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് ലോ ആയിട്ടുള്ളത്, ഏതൊരു പ്രൊഡക്റ്റിൻ്റെ ആണോ ആ ഒരു പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ് ആ കൺട്രിക്ക് ഉണ്ടാവുക. അപ്പം എ കൺട്രി വിത്ത് എ ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ എ പ്രൊഡക്റ്റ് ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഇൻ മേക്കിംഗ് ഇറ്റ്. ആ ഒരു പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യുന്നതിലായിരിക്കും അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. ദിസ് കൺട്രി ഈസ് ബെറ്റർ ദാറ്റ് പ്രൊഡ്യൂസിങ് ദാറ്റ് പ്രൊഡക്റ്റ് കമ്പയർഡ് ടു അതേഴ്സ്. വേറൊരു പ്രൊഡക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഏതൊരു പ്രൊഡക്റ്റിനാണോ ഉള്ളത് അത് മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷനായിട്ട് വരിക. ഇറ്റ് വിൽ ഹാവ് എ ഡിസഡ്വാൻറ്റേജ് ഇൻ മേക്കിംഗ് ദ അതർ പ്രൊഡക്റ്റ്. അപ്പം ഹയർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആ ഒരു കൺട്രിക്ക് ഉണ്ടാവുക. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ we can illustrate the opportunity cost theory with the help of the production possibility curve, price line and the community indifference curve. ഈ 3 കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ 2 ഫിഗർ കാണിക്കുന്നുണ്ട്. ഫിഗർ എ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം അണ്ടർ ഓട്ടാർക്കി പോർച്ചുഗലും, ഫിഗർ ബി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം അണ്ടർ ഓട്ടാർക്കി ഇംഗ്ലണ്ടുമാണ്. അപ്പം പോർച്ചുഗലും ഇംഗ്ലണ്ടും ഓട്ടാർക്കി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആയിരിക്കുന്ന ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓട്ടാർക്കി എന്ന് പറയുമ്പം സെൽഫ് റിലയൻ്റ് ആയിട്ടൊരു കൺട്രി ഇരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ആ ഒരു സിറ്റുവേഷനിലാണ് ലിമിറ്റഡ് ട്രേഡ്, സെൽഫ് റിലയൻസ്, ആ ഒരു കൺസെപ്റ്റിലാണ് ഓട്ടാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇക്വിലിബ്രിയം സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ഇതിൽ എക്സ് ആക്സിസ് ഷോ ചെയ്യുന്നത് വൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ, ഇവിടെ 2 കമ്മോഡിറ്റി ആണുള്ളത്, വൈനും ക്ലോത്തും. അപ്പോൾ ഈ ഇതിൻ്റെ പ്രൊഡക്ഷൻ, വൈൻ എന്ന് പറയുന്ന
കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ സൂചിപ്പിക്കുന്നത് എക്സ് പറയുന്ന ആക്സിസും വൈ എന്ന് പറയുന്ന ആക്സിസ് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷനും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ AABB എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും എന്ന് പറയുന്നത് ബിയിൽ BB എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ PA എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ എയുടെ ഇതെന്ന് പറയുന്ന പ്രൈസ് ലൈനും IA എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവുമാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഫിഗർ ബിയിൽ കാണിക്കുന്നത് PB എന്ന് പറയുന്നത് പ്രൈസ് ലൈനും എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവായിട്ട് കാണിക്കുന്നു. ഇതിൽ ഇക്വിലിബ്രിയം സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അതായത് ഫിഗർ എയിൽ AA എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും PA എന്ന് പറയുന്ന പ്രൈസ് ലൈനും അതുപോലെ തന്നെ II എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവും ഇൻ്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് കാണിക്കുന്നത്. OW ഓഫ് ലെവൽ ഓഫ് വൈനും OW ഓഫ് വൈൻ പ്രൊഡക്ഷനും OCW ഓഫ് ക്ലോത്ത് പ്രൊഡക്ഷനുമാണ് ഇവിടെ ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ പോർച്ചുഗലിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നോക്കുകയാണെങ്കിൽ OW1 എന്ന് പറയുന്ന അത്രത്തോളം പ്രൊഡക്ഷൻ വൈനും OC1 എന്ന് പറയുന്ന അത്രത്തോളം പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്തും ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ രണ്ട് ഫിഗേഴ്സും ഇത്രയാണ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ ഗ്രാഫിക്കലി ഇത് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഫിഗർ എന്ന് പറയുന്നതിൽ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് പോർച്ചുഗലാണ്. പോർച്ചുഗലിൻ്റെ PPC കർവിനെയാണ് എന്ന് പറയുന്ന ലൈൻ കർവ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫിഗർ ബിയിൽ PPC ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് BB എന്ന് പറയുന്ന കർവാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ PPC കർവിൻ്റെ കമ്പാരിസൺ, ആ ഷേപ്പിൻ്റെ കമ്പാരിസൺ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വൈൻ ഇൻ ടേംസ് ഓഫ് ക്ലോത്ത് ഈസ് ലോവർ ഇൻ പോർച്ചുഗൽ. പോർച്ചുഗലിലാണ് വൈൻ എന്ന് പറയുന്നതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവ്. ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ അത് ഹയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പോർച്ചുഗൽ ഈസ് ബെറ്റർ സ്യൂട്ടഡ് ഫോർ വൈൻ പ്രൊഡക്ഷൻ ആൻഡ് ഇംഗ്ലണ്ട് ഫോർ ക്ലോത്ത്. പോർച്ചുഗൽ ബെറ്റർ ആയിട്ടുള്ളത് പ്രൊഡക്ഷൻ വൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ക്ലോത്തിൽ പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത് ഇൻ ട്രേഡിലേക്ക് വരുമ്പോൾ. ഇപ്പം സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണെങ്കിൽ ഓട്ടാർക്കി സിറ്റുവേഷനിൽ പോർച്ചുഗൽ ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് പോർച്ചുഗൽ എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയത്തിലാണ്. ആ ഇക്വിലിബ്രിയം പോയിന്റിൽ OC എമൗണ്ട് ഓഫ് ക്ലോത്തും OW എമൗണ്ട് ഓഫ് വൈനും പ്രൊഡ്യൂസ് ചെയ്യുകയും കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് വരുന്നത് ഡൊമസ്റ്റിക് പ്രൈസ് ലൈൻ, ഓട്ടാർക്കി സിറ്റുവേഷനിലുള്ള ഡൊമസ്റ്റിക് പ്രൈസ് ലൈൻ ആയിട്ടുള്ള ഇവിടെ സൂചിപ്പിക്കുന്നത് PA എന്ന് പറയുന്ന ലൈനാണ് പ്രൈസ് ലൈനായിട്ട് വരുന്നത്. ഈ PA എന്ന് പറയുന്ന ലൈൻ ടാൻജൻറ്റ് ടു ദ ട്രാൻസ്ഫോർമേഷൻ കർവ്, AA എന്ന് പറയുന്ന PPC കർവിനെ ടാൻജൻറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്. അതുപോലെ തന്നെ ഹയസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിൻ്റെ ഹയസ്റ്റ് കമ്മ്യൂണിറ്റി പോയിന്റിലാണ്. ഇത് മൂന്നും കൂടെ ചേരുന്ന പോയിൻ്റാണ് എന്ന് പറയുന്ന ഇക്വിലിബ്രിയം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് പ്രൈസ് ലൈനും ട്രാൻസ്ഫോർമേഷൻ കർവും, അതായത് PPC കർവും ഇൻഡിഫറൻസ് കർവും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം ഉള്ളത്. അതുപോലെ തന്നെ ദ ഡൊമസ്റ്റിക് പ്രൈസ് റേഷ്യോ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് കണ്ടീഷൻ ഇൻ ദ കൺട്രി. ഈ ഡൊമസ്റ്റിക് പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് ഈ കൺട്രിയുടെ ഉള്ളിലുള്ള ഡിമാൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഇൻക്രീസസ് ദ സ്ലോപ്പ് ഓഫ് ദ PPC ചേഞ്ചസ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ PPCയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിരിക്കും. റിഫ്ലക്റ്റിംഗ് ഇൻക്രീസിങ് കോസ്റ്റ് ആൻഡ് വേരിയിങ് കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ ദ ടു ഗുഡ്സ്. ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതോട് സ്ലോപ്പും PPCയുടെ സ്ലോപ്പും ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിലും റിഫ്ലക്റ്റ് വരും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലും രണ്ട് ഗുഡ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലും വേരിയേഷൻ ഉണ്ടാവും. At point E, the slope of the PPC equals the slope of the price line indicating equilibrium. PPCയുടെ സ്ലോപ്പും അതുപോലെ തന്നെ പ്രൈസ് ലൈൻ്റെ സ്ലോപ്പും ഈക്വലി വരുന്ന പോയിന്റിലാണ് നമ്മൾ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഹയസ്റ്റ് പോർച്ചുഗൽ എന്ന് പറയുന്ന കൺട്രിയുടെ അവർക്ക് അച്ചീവ് ചെയ്യുന്നവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് മാക്സിമം അച്ചീവ് ചെയ്യാവുന്ന ഹയസ്റ്റ് പോയിന്റിലാണ് എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുമ്പം ഇംഗ്ലണ്ടിൻ്റെ ഇക്വിലിബ്രിയം ആയിട്ടുള്ള ഗ്രാഫാണ് നോക്കുന്നത്. അപ്പം ഇംഗ്ലണ്ട് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് E1 അണ്ടർ ഓട്ടാർക്കി. ഓട്ടാർക്കി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇക്വിലിബ്രിയം ആയിട്ടുള്ള E1 എന്ന് പറയുന്ന പോയിൻ്റാണ് ഇംഗ്ലണ്ടിൻ്റെ സൂചിപ്പിക്കുന്നത്.
International trade, if Portugal and England enter into trade, the international price ratio will likely fall between the pre-trade price ratio of the two countries. ഈ ഒരു കേസിൽ പോർച്ചുഗലും ഇംഗ്ലണ്ടും കൂടെ ഒരു ട്രേഡിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരുടെ പ്രീ ട്രേഡ് പ്രൈസ് റേഷ്യോ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഇൻ്റർനാഷണൽ പ്രൈസ് റേഷ്യോ വരുന്നത്. ഇൻ്റർനാഷണൽ പ്രൈസ് ലൈൻ ആയിട്ട് ഇവിടെ വരുന്നത്, ഇൻ്റർനാഷണൽ പ്രൈസ് ലൈൻ വിൽ നോട്ട് ബി flat as Portugal's autarky price line PA nor as steep as England's autarky price line PV. PA എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ ഓട്ടാർക്കി പ്രൈസ് ലൈനും PB എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്സിൻ്റെ ഓട്ടാർക്കി പ്രൈസ് ലൈനുമാണ്. അപ്പം ഇവിടെ പറയുന്നത് ഇൻ്റർനാഷണൽ പ്രൈസ് ലൈൻ വരുമ്പോഴേക്കും ഈ PAയുടെ അത്രയും ഫ്ലാറ്റ് ആയിരിക്കില്ല, അതുപോലെ തന്നെ PBയുടെ അത്രയും സ്റ്റീപ്പും ആയിരിക്കില്ല എന്ന്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ പ്രൈസ് ലൈനിലേക്ക് വരികയാണെങ്കിൽ ദ സ്ലോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ പ്രൈസ് ലൈൻ വിൽ ബി സംവെയർ ബിറ്റ്വീൻ ദ സ്ലോപ്സ് ഓഫ് പോർച്ചുഗൽസ് ആൻഡ് ഇംഗ്ലണ്ട്സ് ഓട്ടാർക്കി പ്രൈസ് ലൈൻസ്. അപ്പോൾ ഈ രണ്ട് കൺട്രിയുടെയും പ്രൈസ് ലൈൻസിൻ്റെ സ്ലോപ്സിൻ്റെ ഒരു ഇടയിലായിട്ടായിരിക്കും, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഈ ഇൻ്റർനാഷണൽ പ്രൈസ് ലൈനിൻ്റെ സ്ലോപ്പ് വരിക. ഇൻ്റർനാഷണൽ ട്രേഡ് വന്നു കഴിയുമ്പോഴുള്ള ഇക്വിലിബ്രിയം അണ്ടർ ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോർച്ചുഗലിലും ഇംഗ്ലണ്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമുക്ക് ഫിഗററ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഫിഗർ സി ഡി എന്ന് പറഞ്ഞ രണ്ട് ഫിഗേഴ്സാണ് ഇതിലുള്ളത്. ഫിഗർ സി എന്ന് പറയുമ്പം ഇക്വിലിബ്രിയം അണ്ടർ ട്രേഡ് പോർച്ചുഗൽ എന്ന് പറയുന്നതും ഇക്വിലിബ്രിയം അണ്ടർ ട്രേഡ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫിഗർ ഡി ആണ്. എക്സ് ആക്സിസിൽ വൈൻ പ്രൊഡക്ഷനും വൈ ആക്സിസിൽ ക്ലോത്ത് പ്രൊഡക്ഷനും റെപ്രസെൻ്റ് ചെയ്യുന്നു. എ എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ PPC കർവും AB എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ PPC കർവും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് പ്രൈസ് ലൈനും രണ്ട് ഡിഫറൻസ് കർവും നമുക്കിവിടെ കാണാൻ പറ്റും. പോർച്ചുഗലിൻ്റെ കേസിലാണെങ്കിൽ PA എന്ന് പറയുന്നത് ഓട്ടാർക്കി സിറ്റുവേഷനിലുള്ള പ്രൈസ് ലൈൻ, അതുപോലെ തന്നെ IA എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവാണ്, ഓട്ടാർക്കി സിറ്റുവേഷനിലുള്ള ഇൻഡിഫറൻസ് കർവ്. P1 എന്ന് പറയുന്ന PA എന്ന് പറയുന്ന ഈ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ന്യൂ സിറ്റുവേഷനാണ്, ന്യൂ ഇക്വിലിബ്രിയം റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന പ്രൈസ് ലൈനാണ്. അതുപോലെ തന്നെ I2 എന്ന് പറയുന്ന ന്യൂ ഇൻഡിഫറൻസ് കർവായിട്ട് വരും. ഇതിൽ PA എന്ന് പറയുന്നതാണ് ആയിട്ട് വരുന്നത്. I3 എന്ന് പറയുന്നതാണ് ന്യൂ ഇൻഡിഫറൻസ് കർവായിട്ട് വരുന്നത്. വിത്ത് ദ ഇൻ്റർനാഷണൽ പ്രൈസ് റേഷ്യോ PA എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്രൈസ് റേഷ്യോയിൽ പോർച്ചുഗൽ ആണെങ്കിൽ വൈൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ക്ലോത്ത് ലെസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം വൈൻ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യുകയും ക്ലോത്ത് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം പോർച്ചുഗൽ വിൽ പ്രൊഡ്യൂസ് മോർ വൈൻ ആൻഡ് ലെസ് ക്ലോത്ത്, എക്സ്പോർട്ടിങ് വൈൻ ടു ഗെറ്റ് മോർ ക്ലോത്ത്. പോർച്ചുഗൽ ഗെയിൻസ് എന്ന് പറയുന്നത് E2 ഓഫ് ക്ലോത്ത് ഫ്രം ട്രേഡ് ആണ്. E2 എമൗണ്ട് ഓഫ് ക്ലോത്ത് എന്ന് പറയുന്നത് ട്രേഡിലൂടെ അവർക്ക് ഗെയിൻ ചെയ്യാം. റീച്ചിങ് എ ഹയർ ഇക്വിലിബ്രിയം E2 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിയിട്ട് അവർക്ക് E2 എമൗണ്ട് ഓഫ് ക്ലോത്ത് ട്രേഡിലൂടെ ഗെയിൻ ചെയ്യാൻ പറ്റും. ഓൺ ദ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് I2 ആണ് ഇവിടെ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്. ഈ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് വിച്ച് വാസ് ഇൻ പോസിബിൾ അണ്ടർ ഓട്ടാർക്കി. കാരണം ഇവരുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിനേക്കാളും ബിയോണ്ട് ആയിട്ടുള്ളൊരു ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ട്രേഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒരു പ്രൊഡക്റ്റിൽ തന്നെ പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യാനും വേറൊരു പ്രൊഡക്റ്റ് ഗെയിൻ ചെയ്യാനും സാധിക്കും. അപ്പം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് വിൽ പ്രൊഡ്യൂസ് മോർ ക്ലോത്ത് ആൻഡ് ലെസ് വൈൻ. ക്ലോത്തിൽ പ്രൊഡക്ഷൻ കൂട്ടുകയും വൈനിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യും. അപ്പം എക്സ്പോർട്ടിങ് ക്ലോത്ത് ടു ഇമ്പോർട്ട് വൈൻ, അവിടെ വൈൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്ലോത്ത് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഹയർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് E3 എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. ഓട്ടാർക്കി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ, ലിമിറ്റഡ് ട്രേഡ് എന്ന് പറയുന്ന ആ സിറ്റുവേഷനിൽ ഈ ഒരു ഇക്വിലിബ്രിയം അവിടെ സാധ്യമല്ല. പോർച്ചുഗൽ ആൻഡ് ഇംഗ്ലണ്ട് ബോത്ത് ഗെയിൻ ഫ്രം ട്രേഡ്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ ഇംഗ്ലണ്ട് ആണെങ്കിലും പോർച്ചുഗലാണെങ്കിലും ഗെയിൻ ചെയ്യുന്നുണ്ട്. വിത്ത് പോർച്ചുഗൽ ഗെയിനിങ് E2 ക്ലോത്ത്, പോർച്ചുഗൽ ആണെങ്കിൽ E2 ലെവൽ ഓഫ് ക്ലോത്തും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് E1 E3 എന്ന് പറയുന്ന ലെവൽ ഓഫ് വൈനും ഗെയിൻ ചെയ്യുന്നുണ്ട്. ദ ആക്ച്വൽ കൺസംഷൻ ഓഫ് ഗുഡ്സ് ഇൻ ഈച്ച് കൺട്രി മൈറ്റ് ചേഞ്ച് അണ്ടർ ട്രേഡ്, പൊട്ടൻഷ്യലി മാക്സിമൈസിങ് ഓവറോൾ വെൽഫെയർ. ഇപ്പം ഈ ഒരു റെപ്രസെൻറ്റേഷനിലൂടെ മാത്രമല്ല, അതുപോലെ തന്നെ ആക്ച്വൽ കൺസംഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പം അതിൽ ചേഞ്ച് വരാം. നേരത്തെ ഓട്ടാർക്കി സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന കൺസംഷൻ വെച്ച് മാത്രമാണ് അവർ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഇത്രയും ഗെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
PI എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർനാഷണൽ പ്രൈസ് റേഷ്യോയിൽ പോർച്ചുഗൽ കൂടുതലായിട്ടും MN എമൗണ്ട് ഓഫ് വൈൻ എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ, അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂട്ടും. വൈൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് ഓൾഡ് ലെവലിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണെങ്കിൽ ഇവർക്ക് MN വൈൻ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. MEII എമൗണ്ട് ഓഫ് ക്ലോത്ത് ഗെയിൻ ചെയ്തുകൊണ്ട് MN ലെവൽ ഓഫ് വൈൻ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അണ്ടർ ഓട്ടാർക്കി സിറ്റുവേഷനിൽ ഇവർക്ക് ഇത്രയും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഹെൻസ് ദ ഗെയിൻ ഫ്രം ട്രേഡ് എന്ന് പറയുന്നത് E2 എമൗണ്ട് ഓഫ് ക്ലോത്ത് ആയിട്ട് ഇവിടെ പറയാൻ പറ്റും. അപ്പം ഹയർ ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ഇവിടെ പോയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് E2 ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ഇവിടെ ഗെയിൻ ചെയ്യുന്നുണ്ട്. വരികയാണെങ്കിൽ ഇംഗ്ലണ്ട് വുഡ് എക്സ്പാൻഡ് പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത് ബൈ TS ബൈ കോൺട്രാക്ടിങ് വൈൻ ഔട്ട്പുട്ട് ബൈ TE1 വൈൻ ഔട്ട്പുട്ട് ചെയ്തിട്ട് TS എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലോത്ത് എന്ന് പറയുന്ന അവർക്ക് എക്സ്പോർട്ട് ചെയ്യാം. T3 എമൗണ്ട് ഓഫ് വൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ പോയിന്റ് E3 എന്ന് പറയുന്നതായിരിക്കും ഓട്ടാർക്കിയിൽ അറ്റൈൻ ചെയ്യാൻ പറ്റാത്തത്ര ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആയിരിക്കും അവിടെ അറ്റൈൻ ചെയ്യപ്പെടുക. അപ്പം ഗെയിൻ എന്ന് പറയുന്ന രണ്ട്, പോർച്ചുഗലിനാണെങ്കിലും ഇംഗ്ലണ്ടിനാണെങ്കിലും ട്രേഡിൽ നിന്ന് ഗെയിൻ ഉണ്ടാവുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഇവിടെ 2 country 2 commodity മോഡലായിട്ടാണ് വരുന്നത്. 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്, ലേബറും ക്യാപിറ്റലും ആണുള്ളത്. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്, ബോത്ത് ഫാക്ടറാണ് പ്രൊഡക്റ്റ് മാർക്കറ്റിലും രണ്ടിലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണുള്ളത്. പ്രൈസ് ഓഫ് ഈച്ച് ഫാക്ടർ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് ഈക്വൽ ആണ്. ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് ഉള്ളത്. 2 കൺട്രിയിലാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണുള്ളത്. ഇൻ്റർനാഷണൽ ട്രേഡ് ലിമിറ്റഡ് ഒന്നുമല്ല, ഫ്രീ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രേഡാണ് ഇവിടെ ഉള്ളത് അസംഷനിൽ. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ തിയറിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺറിയലിസ്റ്റിക് അസംഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ കുറച്ച് അസംഷൻസൊക്കെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് റിയൽ കോസ്റ്റുകൾ, സാക്രിഫൈസസ്, ഡിസ്യൂട്ടിലിറ്റി, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള റിയൽ ഇൻ ടേംസ് വാല്യൂസ് അത് മെഷർ ചെയ്യാനുള്ള ഫെയിലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ഒരു തിയറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ലിമിറ്റേഷനായിട്ടത് പറയാൻ പറ്റും. ഇറ്റ് ഇഗ്നോർ ദ ചേഞ്ചസ് ഇൻ ഫാക്ടർ സപ്ലൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒരു തിയറി ആയിട്ടിത് പറയാൻ പറ്റും. അപ്പം ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു 3 ലിമിറ്റേഷൻസ് ആണ് ഇതിനുള്ളത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി എന്ന് പറയുമ്പം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കോസ്റ്റ് തിയറിനെ ഒരു റീസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു തിയറിയാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് കൂടുതലായിട്ടും ഈ ഒരു തിയറിയിൽ വരുന്നത്. ഇത് ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിനുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് ഈ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആഡ് ഓൺ ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു തിയറിയാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് ഓഫ് അനദർ പ്രൊഡക്റ്റ് ദാറ്റ് മസ്റ്റ് ബി സാക്രിഫൈഡ് ടു പ്രൊഡ്യൂസ് 1 additional unit ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു സാക്രിഫൈസിങ് എമൗണ്ടിനെയാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയുന്നത്. 2 country 2 commodity എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗ്രാഫിക്കലി എക്സ്പ്ലനേഷനും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒറ്റത്തവണ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീഡിയോ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. താങ്ക് യു.